മൂവരിൽ ആരാകും മുഖ്യമന്ത്രി? AICC നിരീക്ഷകർ തിരുവനന്തപുരത്ത്. എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുമെന്ന് അജയ് മാക്കനും മുകുൾ വാസ്നിക്കും. Mallikarjun Kharge ji sent both of us here, and tomorrow is the CLP meeting, and we'll attend the CLP meeting. We are here to attend the CLP meeting, so nothing else, nothing more to say. Thank you. നിരീക്ഷകർക്കൊപ്പം ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയ രമേശ് ചെന്നിത്തല കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട VD സതീശൻ. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം നാളെ. കനത്ത തോൽവിയിൽ പിണറായി വിജയനെതിരെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കടുത്ത വിമർശനം. അപ്രതീക്ഷിത പരാജയമെന്ന വിലയിരുത്തൽ. കീഴ്ഘടകങ്ങളുടെ അഭിപ്രായം കേട്ട ശേഷം തിരുത്തലുകൾ വരുത്തും. കൂടുതൽ പ്രതികരിക്കാതെ 10 മിനിറ്റിനുള്ളിൽ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച MV ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ തീരുമാനമായില്ല. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നതിൽ CPI-യിൽ അതൃപ്തി. വീട്ടിൽ പോയി ചോദിക്കൂ, ഡാഷ് മോൻ ചെറ്റത്തരം പരാമർശങ്ങൾ തിരിച്ചടിയായെന്ന് വിമർശനം. CPI സ്ഥാനാർത്ഥി നിർണയത്തിലെ വീഴ്ചയ്ക്ക് ഉത്തരവാദി നേതൃത്വമാണെന്നും ആക്ഷേപം. കോടിയേരിയുടെ സ്മൃതി മണ്ഡപത്തിലെത്തി തളിപ്പറമ്പിലെ നിയുക്ത MLA TK ഗോവിന്ദൻ. ഭാര്യയ്ക്കൊപ്പം കോടിയേരിയുടെ കുടുംബവുമായും കൂടിക്കാഴ്ച. വീട്ടിൽ വരുന്നവരെ വർഗവഞ്ചകരെന്ന വിളിക്കില്ലെന്ന് കോടിയേരിയുടെ ഭാര്യ വിനോദിനി. താൻ ആരുടെയും അടിമയല്ല എന്നും പ്രതികരണം. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ തിരിച്ചടികൾക്ക് പിന്നാലെയും ചർച്ചയായി ഗോവിന്ദന്റെ സന്ദർശനം. തമിഴ്നാട്ടിൽ വിജയയുടെ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കത്തിൽ അപ്രതീക്ഷിത തിരിച്ചടിയായി ഗവർണറുടെ നിലപാട്. 118 അംഗങ്ങളുടെ പിന്തുണ കത്തുമായി വന്നാൽ മാത്രം സത്യപ്രതിജ്ഞ എന്ന് ഗവർണർ. നിലവിൽ TVKയ്ക്ക് കോൺഗ്രസ് ഉൾപ്പെടെ 112 അംഗങ്ങളുടെ പിന്തുണ. TVKയെ പ്രതിരോധിക്കാൻ DMKയും ADMKയും ചർച്ച നടത്തിയതായ റിപ്പോർട്ടുകൾ. ബംഗാളിൽ ദീദിയുടെ നാടകം തുടരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കുമെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ മമതാ ബാനർജി. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം. സത്യപ്രതിജ്ഞയുമായി മുന്നോട്ടു പോകാൻ BJP. ചരിത്ര വിജയത്തിൽ നരേന്ദ്രമോദി അഭിനന്ദിച്ച് അമേരിക്കൻ പ്രസിഡന്റ്. ഇറാനെതിരായിട്ടുള്ള സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവെച്ചുവെന്ന് അമേരിക്ക. ഹോർമുസ് പൂർണ്ണമായി തുറക്കാനുള്ള നടപടികൾ തുടരും. ഇറാനെതിരായ നാവിക ഉപരോധത്തിൽ മാറ്റമില്ല. പ്രകോപനം തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ട്രംപ്.